ഇപ്പോൾ പൈനാപ്പിൾ സീസൺ അല്ലേ. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള ഒരു പൈനാപ്പിൾ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് പുതിനയില വേണം. ഞാനൊരു 8-10 പുതിനയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ രീതിയിലിട്ടിട്ട് ചതച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടെടുത്തുള്ളത്. അതന്നെ മതി കേട്ടോ. പിന്നെ ചെറിയൊരു ചെറുനാരങ്ങയുടെ ഹാഫിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട്, ഒരു പീസ് മുഴുവനായിട്ടൊന്നും വേണ്ടിയല്ല കേട്ടോ, ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിലേക്ക്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു പുളിയും കൂടി ഉണ്ടെങ്കിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഷെയ്ക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും, എല്ലാം ഒരുപോലെ മിക്സായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവും മധുരവും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വീട്ടിൽ സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയാണ്. അപ്പം ഈ ഒരു പൈനാപ്പിൾ സീസണിൽ ഇപ്പോൾ 100 രൂപയ്ക്ക് 4 5 ഒക്കെ കിട്ടുന്ന ഒരു സമയമാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലൊക്കെ വാങ്ങിച്ചതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.